ദൈവം നമ്മുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാമല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആമേൻ. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ചിന്തിപ്പാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ചിലത് പണിയുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇവിടെ കണ്ണുനീരിൻ്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാ പ്രവാചകന് ദൈവം കൊടുത്ത ചില നിർദ്ദേശങ്ങൾ, സ്തോത്രം, ക്രമീകരിക്കപ്പെടുത്തേണ്ട തന്നിലുള്ള ചില പൂർണ്ണ ശക്തിയെ പുറത്തെടുക്കേണ്ട ഒരു കാലഗതിയെക്കുറിച്ച് യിരെമ്യാവിന് ദൈവം വെളിപ്പെടുത്തി. ദൈവം കുശവന്റെ സാദൃശ്യത്തിൽ ജാതികളെ ക്രമീകരിക്കുവാൻ, അപ്പൊ കുശവന്റെ കയ്യിലിരിക്കുന്ന ആ കളിമണ്ണ്, താനുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ ആ മണ്ണ് കളയാതെ കുശവൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. സ്തോത്രം. നമുക്കറിയാം, ചില പണിശാലകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്ത് കഷ്ടപ്പാടിൻ്റെ ആധിക്യത്താൽ വളരെ ആത്മാർത്ഥതയോടെ രാവും പകലും പണിയെടുക്കുന്നവരെ കാണാൻ കഴിയും. എന്നാൽ ഈ ചൂള അല്ലെങ്കിൽ ഈ പാത്രമുണ്ടാക്കുന്ന സ്ഥലത്ത് അവർക്ക് ക്രമീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെയാണ് അവരുടെ ജോലികൾ. എന്നാൽ അതിനകത്ത് അവർക്ക് ലഭിക്കുന്ന പാത്രങ്ങൾ, അതിനെ അവർ ചൂളയ്ക്കകത്ത് വയ്ക്കാൻ ക്രമീകരണത്തിലുള്ള പാത്രങ്ങളെ, ഒരു ചൂളയ്ക്കകത്ത് എത്ര പാത്രങ്ങളാണ് വയ്ക്കേണ്ടത്, ആ പാത്രം അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ രൂപത്തിലും അവരുടെ സാദൃശ്യത്തിലും അവർ പണിയും. പിന്നെ ഇതിനകത്ത് പലരും ഓർഡർ കൊടുക്കും, ഇന്ന ഇന്ന പാത്രങ്ങൾ വേണം, ഇന്ന ഇന്ന ക്രമീകരണങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ അവർ ആ ഒരു ഓർഡറിൽ അവർ പാത്രങ്ങൾ പണിയും. അങ്ങനെയുള്ള ഒരു പാത്രമാണ് നിലത്ത് വീണ് ഉടഞ്ഞത്. എന്നാൽ ആ പാത്രത്തെ പഴയ ഓർഡർ പ്രകാരം ചെയ്യാതെ തനിക്ക് ബോധിച്ചതുപോലെ, തനിക്ക് തോന്നിയതുപോലെ ആ പാത്രത്തെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നോക്കിക്കേ, അപ്പൊ തനിക്ക് കൊടുത്ത ഓർഡർ വേറെയാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം അത് ആ കുശവൻ തനിക്ക് തോന്നിയതുപോലെ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ആരോടൊക്കെയോ ഈ ദൂത് പറയുന്നു. സ്തോത്രം. ദൈവദാസനെ,
ദൈവഭക്തനെ, അഭിഷക്തയെ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, കർത്താവ് നമ്മെ തൻ്റെ സാദൃശ്യത്തിൽ, ആമേൻ, തൻ്റെ സ്വരൂപത്തിൽ, ആമേൻ, തനിക്ക് തോന്നിയതുപോലെ പണിതെങ്കിൽ ഇന്ന് പകലിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നോക്കിയ 5-ാമത്തെ വാക്യം, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇല്ലാതായതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഇപ്പോൾ ആരുടെ കയ്യിലാ? കർത്താവിൻ്റെ കയ്യിലാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിൻ്റെ കയ്യിൽ ആമേൻ കളിമണ്ണിരിക്കുമ്പോൾ അത് ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അതിനെ പിടിച്ച് ആമേൻ ഇടിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ആ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്ന് പകലിൽ ആമേൻ നിന്നെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അത് കർത്താവ് അങ്ങ് പണിയും. സ്തോത്രം. എൻ്റെയും നിൻ്റെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മഹാപദ്ധതി ഇന്ന് പകൽക്കാലം ഉണ്ട് അഭിഷക്തനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം കുശവന്റെ വീട്ടിൽ യിരെമ്യാവിനെ അയക്കുമ്പോൾ, ഹല്ലേലൂയ, യിരെമ്യാവിനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ആമേൻ. ഈ പാത്രത്തിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ ബലമെന്ന് പറഞ്ഞാൽ ഇതിനെ നല്ലൊരു ചൂളയ്ക്കകത്തേക്ക് കയറ്റും. ചൂളയ്ക്കകത്തേക്ക് കയറ്റി ഇതിൻ്റെ നിറവും ഗുണവും ഉറപ്പും എല്ലാം അവർ ഉറപ്പാക്കും. അതുവരെ ആമേൻ ഈ ചൂള കത്തിക്കൊണ്ടേയിരിക്കും. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ അകത്തൂടെ കയറ്റി വിടുന്നില്ലേ? ആമേൻ. അത് നിന്റെ ഇഷ്ടം കൊണ്ടല്ല കേട്ടോ. ആമേൻ. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാറില്ല ചൂളയ്ക്കകത്തൂടെ കയറാൻ. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ അനുഭവിച്ച വേദനകളും നീ അനുഭവിച്ച സങ്കടങ്ങളും നീ അനുഭവിച്ച ഒറ്റപ്പെടലുകളും അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നിന്നെ മറ്റൊരു പാത്രമാക്കി പുറത്തെടുക്കാൻ. ഗ്ലോറി ടു ഗാഡ്. നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ മറ്റൊരു പാത്രമായി കുശവന് പുറത്തെടുക്കുവാനുണ്ട്. ഇസ്രായേൽ ഗൃഹമേ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങളെ എക്കാലത്തേക്കും തള്ളിക്കളഞ്ഞതല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ ഒരു പദ്ധതിയും ദർശനവുമുണ്ട്. അത് 2026 ദൈവം ചെയ്യും. അതിന് എത്ര ശത്രു ഭയറ്റിയാലും അതിനകത്ത് നിങ്ങളെ കൊണ്ട് നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അരുളപ്പാട് അറിയിക്കുകയാണ്. ആ കർത്താവിലേക്ക് ഇന്ന് പകലിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നുകരം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ആ സ്വർഗത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് പണിയട്ടെ. സ്തോത്രം. ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തിരിക്കുന്ന കുശവന്റെ കയ്യിൽ നിന്ന് ആ പാത്രം ഉടഞ്ഞു പോകുന്നത് പ്രവാചകൻ നോക്കി നിൽക്കുക. എന്നാൽ തനിക്ക് ആ കുശവന് ആ മണ്ണിനെ ഒന്നുകൂടെ ഉടച്ചു പണിത് ഇന്ന് പകൽക്കാലം അവന് ബോധിച്ചതുപോലെ പണിയുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുപ്പാ. ഒന്ന് ഏൽപ്പിച്ചു കൊടു. കർത്താവ്, നീ എന്നെ പണിയണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവ്, നീ എന്നെ ഒന്ന് പണിയണമേ, നിന്റെ ഇഷ്ടപ്രകാരം ഒന്ന് പണിയണമേ, നിന്റെ ഇഷ്ടപ്രകാരം ഒന്ന് ക്രമീകരിക്കണമേ കർത്താവേ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികളും അങ്ങയുടെ ദർശനങ്ങളും അങ്ങയുടെ ചിന്തകളും ഈ ദിവസങ്ങളിൽ നിറവേറ്റി ഞങ്ങളെ പണിയുമാറാകണം. അത്ഭുതങ്ങളെ ചെയ്യണം. കർത്താവിന് കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.